സ്വാശ്രയ വിഷയത്തിൽ സമരം പരിഹാരമോ എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ് നേരത്തെ സൂചിപ്പിച്ച പോലെ യു ഡി എഫിൽ യൂത്ത് കോൺഗ്രസ് ആണ് സമരം ഏറ്റെടുക്കുന്നത്. പിറ്റേ ദിവസം KSUവിൻ്റെ ആഭിമുഖ്യത്തിൽ, പിറ്റേ ദിവസമല്ല ക്ഷമിക്കണം, 7-ാം ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമരത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് KSU പ്രതിഷേധം നടത്തുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നു. തൊട്ടടുത്ത ദിവസം കോൺഗ്രസ് സംഘടനകൾ ഒന്നടങ്കം വലിയ പ്രതിഷേധം നടത്തുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ആ സമരത്തിൽ നിന്ന് പിൻവലിഞ്ഞു, നിരാഹാരത്തിനില്ല. പകരം കോൺഗ്രസിൻ്റെ MLA-മാർ അത് ഏറ്റെടുത്തിരിക്കുന്നു. സഭയിലും അതൊരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിലൊന്നും അപാകതയോ തെറ്റോ ഒന്നുമല്ല. പക്ഷെ സമരം തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് പോലും നിരാഹാരത്തിൽ നിന്ന് പിന്മാറുമ്പോഴാണ് സാധാരണക്കാരെ ഉൾപ്പെടെ വലച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഹർത്താൽ നടത്തുന്നത്. ഹർത്താലിനെതിരെ സംസാരിക്കുകയും ഹർത്താൽ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബില്ല് അവതരിപ്പിക്കാൻ നീക്കം നടത്തുകയും ചെയ്ത ഒരു സർക്കാരിൻ്റെ പ്രതിനിധികളാണ് ഇന്ന് ഹർത്താൽ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യേണ്ടത് ഹർത്താൽ പോലെയുള്ള വിഷയങ്ങൾ, ഹർത്താൽ പോലെയുള്ള സമര നടപടികൾ കൊണ്ടാണോ? സർക്കാരിന് എതിരായ സമരത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പരാജയപ്പെടുന്നതിൻ്റെ ഭാഗമായാണോ ഈ ഹർത്താൽ? ഒരിക്കലും അങ്ങനെയല്ല. ഹർത്താൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവതരിപ്പിച്ച ബില്ല് ഹർത്താൽ നിരോധിക്കാനല്ല, ഹർത്താലിനെ നിയന്ത്രിക്കാനാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നടത്തിയ സമരം 7 ദിവസം പിന്നിട്ടു. അവരുടെ സമര പന്തലിലേക്ക് ഇന്നലെ ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിച്ചു. അക്രമങ്ങളുണ്ടായി, നിരവധി പ്രവർത്തകർക്ക് പരിക്കുപറ്റി, നിരവധി പേര് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. എങ്കിൽ പോലും സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കാതെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം, അതും സമാധാനപരമായിട്ട് നടത്താനാണ് UDF നേതൃത്വം ആഹ്വാനം ചെയ്തത്. പിന്നെ നിങ്ങളൊരു ചോദ്യം, എന്തുകൊണ്ട് സമരപന്തലിൽ നിന്ന് ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞു. സമരം UDF തലത്തിൽ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നടത്തിയ സമരം യുവജന നേതാക്കന്മാർ, MLA-മാരായ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റുമാരായിരുന്ന ഷാഫിയും ഹൈബിയും ഉൾപ്പെടെയുള്ള യുവജന നേതാക്കന്മാർ ആ സമരം ഉയർന്ന തലത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. ജനപിന്തുണയോടെ, UDFിൻ്റെ പിന്തുണയോടെ നേതൃത്വത്തിൽ ആ സമരം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDF നടത്തിയ ഹർത്താൽ സമാധാനപരമാണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി താരതമ്യേനയെങ്കിലും സമാധാനപരമാണ്. മറ്റ് DYFI, മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന സമരങ്ങളെ പോലെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാത്ത ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ഹർത്താൽ തന്നെയാണ്. എങ്കിൽ പോലും ഹർത്താലിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും UDFിൽ തന്നെ ഉണ്ട് എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരു സമരമുറയായിട്ട് ഇതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഹർത്താലിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. റൈറ്റ്. ശ്രീ ഷാജിർ ഖാൻ, ഒരു ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്വാശ്രയ കരാറിൻ്റെ ചരിത്രം മുതൽ ആരംഭിക്കുന്നതാണ് പ്രതിഷേധ സമരങ്ങളും. ഇന്ന് DYFI നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത് മഷിക്കുപ്പി സമരമാണ് എന്ന തരത്തിലാണ്. പക്ഷേ സ്വാശ്രയ പ്രശ്നത്തിൻ്റെ പേരിൽ ഇടത് സംഘടനകളാണ് ഏറ്റവും അധികം സമരം നടത്തിയിട്ടുള്ളത്. അതേ M സ്വരാജ് തന്നെ പറഞ്ഞു, ഇലക്ട്രിക് ലാത്തിയുടെ ചൂട് യൂത്ത് കോൺഗ്രസ്സുകാർ അറിഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ ഇടതുപക്ഷ സംഘടനകളൊക്കെ ഒരുപക്ഷെ പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മാളത്തിൽ പോയിരിക്കുന്ന അവസ്ഥയുണ്ടോ? ഈ സമരങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ആർജവമില്ല, ഉദ്ദേശശുദ്ധിയില്ല. അത് യൂത്ത് കോൺഗ്രസ് ആകട്ടെ, SFI ആകട്ടെ, DYFI ആകട്ടെ എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് നമുക്ക് സാമാന്യമായ രാഷ്ട്രീയ ബോധമുള്ളവർക്കത് മനസ്സിലാകുമല്ലോ. കാരണം കഴിഞ്ഞ ഒരു 10 കാലമായി ഈ സ്വാശ്രയ പ്രശ്നത്തിൽ മാത്രം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. LDF ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ UDF ചെയ്യുന്നു. സ്വാശ്രയ നയം UDFിൻ്റെ തന്നെയാണ്, അല്ലാത്ത അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പണ്ട് 50-50 മുദ്രാവാക്യം ശ്രീ AK ആൻ്റണി ഉന്നയിച്ചത് മുതൽ, ഇതിൽ കോട്ട സിസ്റ്റം വന്നത് മുതൽ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു. അവിടെ ഈ കോട്ട പിന്നെ മാനേജ്മെൻറ്റുകൾക്ക് പിന്നെ അത് സെൻട്രൽ ലിസ്റ്റിൽ നിന്ന് വേണോ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് വേണോ, അതല്ല മാനേജ്മെൻറ്റുകൾക്ക് സ്വന്തമായി പ്രവേശന പരീക്ഷ നടത്താമോ എന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഫീ സ്ട്രക്ചർ അത് മേൽനോട്ടം വഹിക്കാൻ ഒരു കമ്മിറ്റി വന്നു. പക്ഷേ അത് തീരുമാനിക്കാനുള്ള അവകാശം മാനേജ്മെൻറ്റുകൾക്ക് കോടതികൾ തന്നെ അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഗവൺമെൻറ്റും അധികാര രാഷ്ട്രീയ കേന്ദ്രങ്ങളും LDF UDFും മാറിയും പിന്നെ കോടതിയും എല്ലാം കൂടി ചേർന്നാണ് വാസ്തവത്തിൽ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടം. അത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസമേ അല്ല. ഇപ്പം ഞങ്ങൾ പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെങ്കിലും കുറഞ്ഞ പക്ഷം ഈ സ്വാശ്രയ സങ്കല്പം ഒഴിവാക്കണം. കാരണം ഇത് ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊരു വിഷയം എന്ന നിലയ്ക്ക് നമുക്കവിടെ 100% മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം അഡ്മിഷൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സമരമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UDF നടത്തുന്ന സമരവും ഒരു രാഷ്ട്രീയ സമരമായതുകൊണ്ടാണ് അത് പരാജയപ്പെടാൻ പോകുന്നത്.
LDF നടത്തിയ എല്ലാ സ്വാശ്രയ സമരങ്ങളും പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ. കാരണം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി മാത്രം നടത്തപ്പെട്ട സമരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് നേടുക എന്നുള്ളത് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമല്ലാതായി തീരുകയാണ് സാധാരണ എല്ലാ സമരങ്ങളിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമര ആഭാസമായി മാറുന്നു, അത് അക്രമ സമരമായിട്ട് മാറുന്നു, അത് ലാത്തിചാർജിലും പിന്നെ തണ്ണീർവാതക പ്രയോഗത്തിലും അത് ഒതുങ്ങുന്നു. അവസാനം അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ആർക്ക് എന്ന ചോദ്യത്തിലേക്ക് അത് ഒതുങ്ങുകയാണ്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഘട്ടം ഇന്ന് അവസാനിച്ചു, അടുത്ത ഘട്ടം നാളെ അവർ ആരംഭിക്കുന്നു. പക്ഷേ ഈ സ്റ്റേജ് ഡ്രാമ അതുകൊണ്ട് മാത്രം നമുക്ക് വിദ്യാഭ്യാസത്തെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ എത്തിക്സ് ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തെ കോഴയുടെ വാതിലിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നു എല്ലാവരും ചേർന്നിട്ട്. അതിൽ LDF UDF വ്യത്യാസമില്ല. വ്യത്യാസമുണ്ടെങ്കിൽ ആ നയം നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം കാണണമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുമെന്ന് പിണറായി പറഞ്ഞതാണ് ഇപ്പോൾ ശ്രീമതി വീണ ജോർജ് ഇവിടെ വന്ന് ഉദ്ധരിക്കുന്നത്. അതെന്തൊരു അപഹാസ്യമായ ഒരു അല്ല, കാര്യം. സംസ്ഥാനത്തെ നഷ്ടത്തിൽ പോകുന്ന സ്കൂളുകൾ, മാനേജ്മെന്റ് സ്കൂളുകൾ അടക്കം ഏറ്റെടുക്കുന്നത് ആ രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, അൺഎക്കണോമിക്കായിട്ടുള്ള സ്കൂളിൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു, ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. മലാപ്പുറം ഉൾപ്പെടെയുള്ള ഒരു സ്കൂളും ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ കുട്ടികൾ ഇപ്പോഴും തെരുവിൽ കഴിയുകയാണ്. ഞാൻ പറഞ്ഞത് അതൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമായിരിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് തന്നെ വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു സ്മാരകമല്ലേ, ഈ രക്തസാക്ഷി കുടീരമായി നിലനിൽക്കുകയല്ലേ, സ്വാശ്രയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്മാരകമായി നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 23 വർഷക്കാലമായി കഴിഞ്ഞ 3 തവണയായി അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഏറ്റെടുക്കാതെ പോയ 2 തവണ UDFും 2 തവണ LDFും ഈ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിക്കുകയും ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഏറ്റെടുക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ലക്ഷണമൊത്ത സ്വകാര്യ സ്വാശ്രയ കോളേജാക്കി നിലനിർത്തിയിരിക്കുകയാണ്. 6 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയാക്കി ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാൻ എങ്ങനെയാണ് കഴിയുക? ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രീ MV ജയരാജൻ ഇന്നലെ വരെ ചെയർമാനായിരുന്ന ഒരു ഭരണസമിതി ഭരിച്ച ഒരു കമ്മിറ്റിക്ക് കഴിയുക? അപ്പോൾ പിന്നെ എങ്ങനെയാണത് ഇടതുപക്ഷമാകുന്നത് ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോൾ കോൺഗ്രസിനെയോ UDFിനെയോ ശ്രീ കരുണാകരനെയോ അല്ലെങ്കിൽ പിന്നീട് വന്ന MV രാഘവനെയോ അവരാരെയും ഞാൻ കുറ്റപ്പെടുത്താൻ, അവർ പ്രതിസ്ഥാനത്ത് തന്നെയാണ് തീർച്ചയായും. അവർ തന്നെയാണ് എൻ്റെ പ്രതികൾ. പക്ഷേ അതിൽ തിരുത്തൽ വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൊടി പിടിക്കാൻ ശ്രീമതി വീണ ജോർജിന് കഴിയുക? റൈറ്റ്, ശ്രീമതി വീണ ജോർജ്, നമ്മൾ ഈ പരിയാരത്തിലേക്ക് ഒതുങ്ങുന്നത് പലപ്പോഴും ഒരു പക്ഷേ CPM-നെ പോലെ ഒരു പ്രസ്ഥാനത്തിന്, ലോകത്തിന് പോലും മാതൃകയാക്കി മാറ്റാവുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു സഹായവുമില്ലാതെ കൊണ്ടു നടക്കാം. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് അധികം ഇറങ്ങാൻ സമയമില്ല. എങ്കിലും ഇന്ന് അമൃത കൽപ്പിത സർവകലാശാലയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ നമ്മുടെ പ്രതിനിധി, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. പക്ഷേ പ്രവേശനവുമായി ബന്ധപ്പെട്ട സ്വാശ്രയ മാനേജ്മെൻറ്റ് നടപടികളിൽ സർക്കാരിനൊരു നിലപാടുണ്ടായിരുന്നില്ല. സർക്കാരിന് വേണ്ടി ആരും ഹാജരായില്ല. 1. 2, എന്തുകൊണ്ട് ജെയിംസ് കമ്മിറ്റിക്ക് 1300ഓളം പരാതികൾ വരുന്നു? ആ പരാതികൾ യൂത്ത് കോൺഗ്രസ്സുകാരോ അയക്കുന്നതല്ലല്ലോ. ശ്രീമതി വീണ ജോർജ്. അഭിലാഷ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ നിന്നാണ് 1200 പരാതികൾ ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്ത് പരാതി ലഭിച്ചാലും, തലവരി പാഠം വാങ്ങുന്നതായി ബന്ധപ്പെട്ട് എന്ത് പരാതി ലഭിച്ചാലും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതിൽ ആർക്കും സംശയം വേണ്ട. ശ്രീ ഷാജിർ ഖാൻ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലാകണം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെങ്കിലും പ്രവേശനം നടത്തേണ്ടത്. അതനുസരിച്ചാണ് ഈ സർക്കാർ, നമ്മുടെ ഈ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ച നയം. മുഴുവൻ സീറ്റുകളിലും സർക്കാർ തന്നെ പ്രവേശനം നടത്തുമെന്ന് പറഞ്ഞു. അത് ഹൈക്കോടതി തടഞ്ഞു. ആ രീതിയിലാണ് പിന്നീട് സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും 50% എന്ന പഴയ നിലപാടിലേക്ക് എത്തപ്പെടുകയും ചെയ്തത്. അവിടെയും കൂടുതൽ കോളേജുകളെ ഇവിടേക്ക് എത്തിക്കുന്നതിൽ സർക്കാർ വിജയിച്ചു എന്നുള്ളതാണ്. അതായത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് മുഴുവൻ സീറ്റുകളിലേക്കും പ്രവേശനം നടത്തുന്നത്. ആ രീതിയിൽ പല കേസുകളും ഇപ്പം നമുക്കറിയാം. 2002 സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ TMA പൈ കേസ് ഉൾപ്പെടെ 2002, 2003 ഇസ്ലാമിക് അക്കാദമി കേസ് ഉൾപ്പെടെയുള്ളവയിൽ സാമൂഹിക നീതി ഉറപ്പാക്കുന്നില്ല എന്ന ഇടത്താണ് ഈ സർക്കാർ ഇടപെട്ട് സാമൂഹ്യ നീതി ഉറപ്പാക്കാനുള്ള ശ്രമം ഉണ്ടായത്. അത് സർക്കാരുകളുടെ ഉത്തരവാദിത്വവുമാണ്. ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ സമരം യൂത്ത് കോൺഗ്രസും നടത്തുന്ന ഈ സമരം പൊളിയുകയാണ്. കാരണം മാനേജ്മെന്റുകളെ സഹായിക്കാനല്ല സർക്കാർ ഇത് ചെയ്യുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. 29 കോടിയോളം രൂപയാണ് ഫീസ് ഇനത്തിൽ മാത്രം മാനേജ്മെന്റുകൾക്ക് നഷ്ടമാകുന്നത്. തലവരി പണത്തിനായി 65 ലക്ഷം രൂപ മുതൽ 1.5 കോടി രൂപ വരെ തലവരി പണം വാങ്ങിയിരുന്ന മാനേജ്മെന്റുകൾ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. എത്ര കോടിയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്? ആ രീതിയിൽ സർക്കാരുകൾക്ക്, മാനേജ്മെന്റുകൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യം, കേരള ഹർത്താൽ നിയന്ത്രണ ബിൽ 2015 കൊണ്ടുവരാൻ ശ്രമിച്ചവരാണ് ഇവർ. എന്താണ് ആ ബില്ലിൽ പറഞ്ഞിരുന്നത്?
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും, പൊതുജീവിതത്തെ ബാധിക്കില്ല. എന്താണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ കണ്ടത്? ATM കൗണ്ടറുകൾ അടപ്പിച്ചു. സാധാരണക്കാരെ അവരുടെ സഞ്ചാര തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ രീതിയിൽ ഇവർക്ക് ഇരട്ടത്താപ്പാണ് ഉള്ളത് എന്നുള്ളത് ഇന്നത്തെ ഈ തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങളിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ശ്രീമതി വീണ ജോർജ്, ഒപ്പം നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ മറ്റൊന്നുകൂടി, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള നിലപാട്, അത് പ്രധാനമായും സുപ്രീം കോടതി പറയുന്നത് പ്രവേശന നടപടികൾ ഈ വർഷം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി കേന്ദ്രം അനുശാസിക്കുന്ന തരത്തിലായിരിക്കണം പ്രവേശനം നടത്തേണ്ടിയിരുന്നത്, എന്നാൽ അതിനനുകൂലമായ നിലപാട് സംസ്ഥാന സർക്കാരും സ്വീകരിക്കുമായിരുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. അതെന്ത് തന്നെയായാലും അങ്ങനെയെങ്കിൽ ഇനിയുമുണ്ട് സർക്കാരിന് അവസരം. ഇനിയും കോടതിയെ അടുത്ത വർഷവും ഇത്തരത്തിൽ പ്രവേശനം നടക്കുമല്ലോ. അടുത്ത വർഷം അടക്കം സംസ്ഥാന സർക്കാർ ഈ വിഷയം നിയമ നടപടികളുമായി സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമോ? ജെയിംസ് കമ്മിറ്റിയെ തുടരാൻ അനുവദിക്കുമോ? സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ, സ്വാശ്രയ പ്രവേശനത്തിൽ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. സെപ്റ്റംബർ 30-നകം ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ളതായിരുന്നല്ലോ നിർദ്ദേശം. ആ രീതിയിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നിലുണ്ടായിരുന്ന സമയം വളരെ പരിമിതമായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ എത്തപ്പെട്ടത്. അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. ഇനിയും 4 വർഷങ്ങളുണ്ട്. ഉചിതമായിട്ടുള്ള തീരുമാനം സാധാരണക്കാർക്കും, ശ്രീ ഷാജിർ ഖാൻ പറഞ്ഞതുപോലെ മെഡിക്കൽ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെങ്കിലും മെറിറ്റ് ഉറപ്പാക്കുന്ന രീതിയിൽ ഈ വർഷം അതിനാണ് സർക്കാർ ശ്രമിച്ചത്. 100% സീറ്റുകളിലും 50% നീറ്റിൽ നിന്ന്, മറ്റ് 50% കേരള എൻട്രൻസിൽ നിന്ന്, ആ രീതിയിൽ 100% മെറിറ്റിലാണ് ഇവിടെ പ്രവേശനം നടക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നു. നിശ്ചയമായും അടുത്ത 4 വർഷം ഉചിതമായിട്ടുള്ള തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ശ്രീ ഷാജിർ ഖാൻ, തീർച്ചയായും ആ ഉറപ്പ് താങ്കൾ വിലക്കെടുക്കുന്നുണ്ടോ എന്നുണ്ട്. അതിനു മുമ്പ് ശ്രീ സണ്ണി ജോസഫ്, എന്ത് തന്നെയായാലും ഈ സർക്കാരിന് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന്. ഇപ്പോഴത്തെ സമരം ഒരു ഭാഗത്ത് നടക്കട്ടെ, അതിൻ്റെ പരിസമാപ്തി എവിടെയെന്ന് നമുക്ക് കണ്ടറിയാം. ഇനിയും വർഷങ്ങൾ കിടക്കുന്നുണ്ട്. LDF സർക്കാരിൻ്റേത് പെട്ടെന്നൊന്നും ഒരു അട്ടിമറിയില്ല എങ്കിൽ 5 വർഷം പൂർത്തിയാക്കും പിണറായി സർക്കാർ. അപ്പോൾ സമരം കുറച്ചുകൂടി കനത്തതാക്കുമോ? സാധാരണക്കാരന് നീതി ലഭിക്കണം എന്ന തരത്തിലേക്ക് UDF-ന്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്? ഗവൺമെന്റിന്റെ നിലപാടിനെ ആശ്രയിച്ചായിരിക്കും സമരത്തിന്റെ ഗതിവേദികൾ നേതൃത്വം തീരുമാനിക്കുന്നത്. UDF നേതൃത്വമാണ്. ഞാൻ സമരത്തെക്കുറിച്ച് അങ്ങനെ ഒറ്റയടിക്ക് ഇന്നതുപോലെ എന്ന് ഞാൻ പറയുന്നില്ല. സമരം നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെന്റാണ് ഈ സമരത്തിന്റെ ന്യായയുക്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നേരത്തെ തന്നെ സംസാരിച്ചപ്പോൾ എന്താ, ASF-ന്റെ നേതാവ് എന്നേക്കാൾ ശക്തമായിട്ട് ഗവൺമെൻറ് നയത്തെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉയർത്തിക്കാട്ടിയത് SFI സംസ്ഥാന കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. വീണ ജോർജ് പറയുന്നു ഇത് മാനേജ്മെൻറ്റിൻ്റെ നഷ്ടമാണെന്ന്. ASF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു 16 കോടി മാനേജ്മെൻറ്റുകൾക്ക് ലാഭമാണെന്ന്. നഷ്ടമാണെന്ന് എങ്ങനെയാണ് സമർത്ഥിക്കാൻ സാധിക്കുക? പരിഹാരത്തെ ഫീസ് 1.5-ൽ നിന്ന് 2.5 ആക്കി, 10-ൽ നിന്ന് 4 ആക്കി, 10-ൽ നിന്ന് 14 ആക്കി, 6-ൽ നിന്ന് 10 ആക്കി, 90,000-ൽ നിന്ന് 2,10,000 ആക്കി. ഇത് മാനേജ്മെൻറ്റുകൾക്ക് നഷ്ടമാണെന്നുള്ളത് എവിടുത്തെ കണക്കാണ്? മാനേജ്മെൻറ്റുകൾക്ക് കൊള്ളലാഭമാണ്. മാനേജ്മെൻറ്റുകൾക്ക് പരാതിയില്ല. മാനേജ്മെൻറ്റുകൾ ആരും തന്നെ ജെയിംസ് കമ്മിറ്റിയുടെ മുമ്പാകെ വന്നിട്ടില്ല. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പരാതിയുമായിട്ട് വന്നിട്ടുള്ളത്. ആ പരാതികൾ പരിഹരിക്കണം, നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെ കുത്തനെ ഫീസ് ഉയർത്തിയത് പരിഹാരത്തെ ഗവൺമെൻറ് സ്ഥലമാണ് പരിയാരം മെഡിക്കൽ കോളേജിന് കൊടുത്തിട്ടുള്ളത്. സഹകരണ സ്ഥാപനങ്ങളുടെ ഷെയറാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ഗവൺമെൻറ് ഗ്യാരണ്ടിയിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് ലോൺ എടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് ഏറ്റെടുക്കും പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താ? പരിയാരത്തെ ഫീസ് കുറയ്ക്കണം. ഗവൺമെൻറ് ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഗവൺമെൻറ് കോളേജാക്കി പരിയാരത്തെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫീസ് കുറച്ച് മാതൃക കാണിക്കണം. മറ്റ് സ്വാശ്രയ കോളേജുകൾക്ക്, മാനേജ്മെൻറ്റുകൾക്ക് അവസരം കൊടുത്തുകൊണ്ട്, കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ അവസരം കൊടുത്തുകൊണ്ടാണ് പരിയാരത്തെ ഇരട്ടിയിലും അധികമായിട്ട് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ 4 വർഷം അവശേഷിക്കുന്നുണ്ട്. അതിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ശ്രീമതി വീണ ജോർജ് പറയുന്നത്. ശ്രീ രാജേഷ്, ഞാൻ അതേ നിലപാട്, അതേ ചോദ്യം തന്നെ താങ്കളിലേക്കും. അതായത് ഇപ്പോൾ നടത്തുന്ന, ശ്രീ ഷാജിർ ഖാൻ പറയുന്നത് പോലെ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങൾക്ക് പോലും കേരളം വേദിയാകുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ സ്വാശ്രയ കരാറിനെതിരെ ആർക്ക് നേട്ടം എന്നതാണ് ഇതിൽ പ്രധാനം. ഈ സമരം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ടോ യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ? ഇല്ല, ഒരിക്കലുമില്ല. ഈ സമരം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ.
കാരണം ഇവിടെ ശ്രീമതി വീണ ജോർജ് MLA പറഞ്ഞത് സാമൂഹ്യ നീതി ഉറപ്പാക്കും, അതാണ് ഗവൺമെൻറ് ലക്ഷ്യം എന്നുള്ളതാണ്. പക്ഷേ സാമൂഹ്യ നീതി പോയിട്ട് സാമാന്യ നീതി പോലും ഉറപ്പാക്കാത്ത അങ്ങനെ ഒരു ലക്ഷണവും ഈ ഗവൺമെൻറ് നടപടിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. 15 ലക്ഷമായി NRI സീറ്റിലെ ഫീസ് വർദ്ധിപ്പിച്ചത് പോട്ടെ, 11 ലക്ഷമായി മാനേജ്മെൻറ്റിൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചത് പോട്ടെ, ഇവിടെ മെറിറ്റ് എന്നുള്ള കൺസെപ്റ്റ് പോലും ഇല്ലാതാക്കിയിരിക്കുകയാണ്. 50% മെറിറ്റ്. കഴിഞ്ഞ വർഷം 1650 സീറ്റുകൾ ഗവൺമെൻറ് ഈ കോളേജ് സ്വാശ്രയ കോളേജ് അഡ്മിഷൻ നടന്നപ്പോൾ 800 സീറ്റ് മെറിറ്റിലായിരുന്നു. ഇത്തവണ 2250 സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടന്നപ്പോൾ 1100 സീറ്റുകൾ മെറിറ്റാണ്. പക്ഷേ മെറിറ്റ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഇല്ലാതായിരിക്കും. 2.5 ലക്ഷമായി മെറിറ്റിലെ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇവിടെ സാമൂഹ്യ നീതിയും സാമാന്യ നീതിയും ഒക്കെ ഉറപ്പാക്കുക? ഇവിടെ വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങൾക്കെതിരായി അതിശക്തമായ സമരവുമായി ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന് പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ UDF ഈ സമരം ഏറ്റെടുത്തു കഴിഞ്ഞു. അവിടെ സമരം അനാഥമാക്കിയിട്ട് അല്ലെങ്കിൽ ഈ സമരത്തിന് രംഗത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് ഉപേക്ഷിച്ചിട്ട് പോവുകയല്ല ചെയ്തത്. ഈ സമരം വളരെ ശക്തമായിട്ടാണ് 8 ദിവസം പോയത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ളവർ അനിശ്ചിതകാല നിരാഹാരമാണ് നടത്തിയത്. ഒരു സമരത്തിൽ ആദ്യം തന്നെ ഒരു നിരാഹാരത്തിലേക്ക് എടുത്തു ചാടേണ്ടതുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ യൂത്ത് കോൺഗ്രസിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായി ആദ്യം തന്നെ നിരാഹാര സമരത്തിലേക്ക് പോയി. ആ നിരാഹാര സമരം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ MLA-മാരായ ഹൈബി ഈഡനും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ, അനൂപ് ജേക്കബ് അടക്കമുള്ളവർ നിയമസഭയിൽ UDF ഈ സമരം വരും ദിവസങ്ങളിൽ സമരം തുടരും. ശ്രീ ഷാജിർ ഖാൻ, ചർച്ച അവസാനിക്കുമ്പോഴും ചോദ്യം സാധാരണക്കാരന് മുന്നിലാണ്. സാധാരണക്കാരൻ്റെ മക്കൾ നമ്പർ 1 പരീക്ഷ എഴുതി ഉയർന്ന മാർക്കോടുകൂടി വിജയിച്ചു വരുമ്പോഴും എവിടെ പഠിക്കും? അതിന് ഉത്തരം 4 വർഷത്തിനകം എന്ന് വീണ ജോർജ് പ്രതീക്ഷ നൽകുന്നു. താങ്കൾ എങ്ങനെ മാർക്ക് കൊടുക്കുന്നു? എത്ര മാർക്ക് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം? ശ്രീമതി വീണ ജോർജിൻ്റെ സുന്ദരമായ ആ സ്വപ്നത്തെ ഞാൻ തള്ളിക്കളയുന്നില്ല. അങ്ങനെ സ്വപ്നം കാണാൻ അവകാശമുണ്ട്. പക്ഷേ അവരുടെ നേതാവ് ശ്രീ പിണറായി വിജയൻ്റെ ബോഡി ലാംഗ്വേജ് മാത്രം കണ്ടാൽ മനസ്സിലാകുമല്ലോ. 1 രൂപ പോലും കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണല്ലോ ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെയാണോ പറയേണ്ടത്? മറിച്ച് ഇപ്പോൾ കൂട്ടേണ്ടി വന്ന സാഹചര്യം ശരി, അത് വിശദീകരിക്കാം. ഇങ്ങനെ തന്നെ കാരണങ്ങളാൽ അവർക്ക് കൂട്ടേണ്ടി വന്നു എന്ന് പറയാം. പക്ഷേ അതിനെ ന്യായീകരിക്കുന്നത് ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ നേതാവ് പറയുന്ന പോലെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ നയം പൊളിച്ചെഴുതാത്തിടത്തോളം കാലം ഇതിൽ 1 ഇഞ്ച് പോലും മാറ്റം വരുത്താൻ ശ്രീമതി വീണ ജോർജ് മാത്രം വിചാരിച്ച് നടക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു MLA എന്ന നിലയ്ക്ക് പ്രതിജ്ഞാബദ്ധമായി സമരം ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ സ്വാശ്രയ നയം, അത് UDF-ൻ്റെ സ്വാശ്രയ നയമാണ്, LDF-ൻ്റെ അല്ല. ആ സ്വാശ്രയ നയം ഇന്ന് LDF നടപ്പിലാക്കിയത് വഴിയുണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ നയം പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ വേണ്ടുന്നത് സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ നയമല്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയും. അതല്ലാതെ ഇപ്പോൾ സമരത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. സമരം ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ സമരം മാത്രമാണ്. ഈ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഈ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ വക്താക്കൾ എന്ന നിലയ്ക്ക് അവർക്ക് തീർച്ചയായും ധാർമ്മികമായി ഈ സമരം നടത്താൻ അവകാശമില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ടുണ്ട് താനും, അതവർ ചെയ്യുന്നുണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന നഷ്ടം അത് ജനങ്ങൾക്ക് തന്നെയാണ്, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് തന്നെയാണ്. പൗരന്മാർക്ക് ഇപ്പോൾ എന്തായാലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പുതുതായി ആരംഭിക്കേണ്ടിയിരുന്ന മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാതെ വിട്ടത് വഴി 250 സീറ്റുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 25,000 രൂപയുടെ കാര്യം പറയുമ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഇടുക്കിയും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നില്ല എന്ന സംശയം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതെ, തീർച്ചയായും അത് തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ കുറച്ചുകൂടി ഈ പറയുന്ന ഈ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് കുറച്ചുകൂടി ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ അവസരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നയം അതല്ല, നയം സ്വാശ്രയ വിദ്യാഭ്യാസ നയമാണ് എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ആ നയം പൊളിച്ചെഴുതാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ശ്രീമതി വീണ ജോർജിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. റൈറ്റ്, തീർച്ചയായും താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഒരുമിച്ചുള്ള പോരാട്ടത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിലെ സാമൂഹ്യനീതി ഉറപ്പാകേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് വളരെ വിദൂരമാണ് എന്ന് വേണം ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോഴും വിലയിരുത്താൻ. വളരെയധികം നന്ദി ശ്രീമതി വീണ ജോർജ്, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ RV രാജേഷ്, ഒപ്പം ശ്രീ ഷാജിർ ഖാൻ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.